Good morning, students. Today we are going to discuss about what is motivation and what are the types of motivation and MC in those motivation theory. So first of all, we are going to discuss about what is motivation. Simply, we can explain a motive can be defined as a person basic encouragement to reach for attaining a particular aim or goal. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തായിരിക്കാം ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എയിം ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഗോൾ ആയിരിക്കാം, അത് നേടിയെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ട് നമ്മളടുത്തൊരു 10 മിനിറ്റ് സംസാരിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എക്സാം എഴുതേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചോളൂ. സ്വാഭാവികമായിട്ടും ആ എക്സാം എഴുതുന്നത് വഴി നമ്മളുടെ പ്രധാനപ്പെട്ട എയിം എന്താണ്, ആ എക്സാം എങ്ങനെയെങ്കിലും പാസ്സാക്കുക എന്നുള്ളതാണ്. മേ ബി ഒരു സ്പോർട്സ് മാച്ച് എടുക്കുന്നു, ആ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ വരുന്നു, നമ്മളടുത്ത് സംസാരിക്കുന്നു, നമ്മളോട് പറയുന്ന എന്താണ്, മാച്ചിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, നിങ്ങൾ ഒരു കാരണവശാലും സമ്മർദ്ദത്തിന് അടിപ്പെട്ട് പോകരുത് തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അവിടെയുള്ള എയിം എന്താണ്, ഈ പറയുന്ന രീതിയിൽ ആ ഒരു മാച്ച് ജയിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളടുത്ത് വന്നിട്ട് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് തുടങ്ങേണ്ടത്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അവിടെ അൾട്ടിമേറ്റ്ലി എയിം എന്താണ്, നമ്മൾ ആ ബിസിനസ് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എയിമോ ഗോളോ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൂറിസത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, in tourism, travel motivators can be defined as some factors or reasons that create a person or tourist to travel. ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയെയോ പിന്നെയും ട്രാവൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൂറിസം ഇൻഡസ്ട്രിയിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സം ഫാക്ടേഴ്സ് ഓർ റീസൺസ്, ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം. ആ ഒരു കാരണമോ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറോ ഒരു വ്യക്തിയെ എന്താ പറയുക, ട്രാവൽ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൂറിസം ഇൻഡസ്ട്രിക്കകത്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ആണ്. പ്രധാനമായിട്ടും മോട്ടിവേഷൻസിനെ 2 രീതിയിലാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഇൻട്രൻസിക് മോട്ടിവേഷൻ, രണ്ടാമത്തത് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നും എന്താണ് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്നും. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഇൻട്രൻസിക് ടു ദ individual stimuli which comes from inside through the core of the heart and mind of an individual for performing a specific task. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടി ഒരാളുടെ അകത്ത് തന്നെ ഉണ്ടാകുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. നമ്മൾ തുടക്കത്തിലെ തന്നെ ഉദാഹരണങ്ങളെ കടം കൊണ്ടാൽ, ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് ജയിക്കാൻ വേണ്ടി ഒരു പ്ലെയർ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുന്ന ആൾ സ്വയം മോട്ടിവേറ്റഡ് ആവണം, എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇത്തരത്തിലുള്ള മോട്ടിവേഷനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾ എന്താണ്, സ്വയം പറയുകയാണ്, എനിക്ക് യാത്രയിൽ അപകടങ്ങളൊന്നും വരില്ല, ഞാൻ വളരെ സേഫായിട്ട് എന്ത് ചെയ്യും, ഞാൻ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുമെന്നുള്ള അയാൾക്കകത്ത് തന്നെ ഉണ്ടാകുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. രണ്ടാമത്തത് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ഇൻഡിവിജ്വൽ സ്റ്റിമുലി വിച്ച് കം ഫ്രം ഔട്ട്സൈഡ് അട്രാക്ഷൻസ്. നേരത്തെ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ തിയറി പറയുന്നത്. അതായത് ഔട്ട്സൈഡിൽ നിന്ന്, പുറത്തു നിന്നുള്ള ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്, എക്സ്ട്രൻസിക് മോട്ടിവേഷനിൽ ഉണ്ടാകുന്നത്. 2 പേര് യാത്ര ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഒരാൾ പറയാണ് കുളു മണാലിയിലേക്ക് പോകാം, ഒരാൾ പറയാണ് കാശ്മീരിലേക്ക് പോകാം. അൾട്ടിമേറ്റ്ലി അവർ 2 പേരും ഡിസ്കഷൻ തുടങ്ങി. അവസാനം ഒരാൾ പറഞ്ഞു, കാശ്മീർ എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ഇപ്പോഴാണെങ്കിൽ പോകാൻ പറ്റിയൊരു സമയം കൂടിയാണ്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ്.
അങ്ങനെ അയാളുടെ അകത്ത് എന്താണ് കുളു മണാലിയിലേക്ക് പോകണമെന്നാണ്. പക്ഷെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, അതായത് പുറത്തുനിന്നുള്ള ഘടകങ്ങളാണ്. ഇങ്ങനെ അവരെന്ത് ചെയ്യാണ്, മേ ബി കാശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. അതും അല്ലെങ്കിൽ എന്താണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. സ്റ്റിമുലി വിച്ച് കംസ് ഫ്രം ഔട്ട്സൈഡ് അട്രാക്ഷൻസ്, പുറത്തു നിന്നുള്ള അട്രാക്ഷൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അയാളുടെ അകത്ത് അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. പെട്ടെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട് യാത്ര ചെയ്തിട്ട് കാശ്മീരിലേക്ക് പോകുന്നത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറ്റ് പ്രസൻ്റ് ഒരു ട്രെൻഡാണ്. സോ എല്ലാവരും പോകുന്നുണ്ട്, എനിക്കും പോയാൽ കൊള്ളാം എന്ത് ചെയ്യാണ് തോന്നുകയാണ്. ഇവിടെ അയാളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, എല്ലാവരും പോകുക എന്നുള്ള ഘടകമാണ്. സോ ഇത്തരത്തിലുള്ള മോട്ടിവേഷനാണ് നമ്മൾ എന്ത് പറയാം, എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ തിയറീസിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്. MC ഇന്തോഷിൻ്റെ തിയറീസ് ഉണ്ട്, മാസ്ലോയുടെ ഹൈറാർക്കി തിയറി ഉണ്ട്, അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. നമുക്ക് നോർമലി 2 തിയറീസാണ് പഠിക്കാനുള്ളത്. ഒന്ന് MC ഇന്തോഷിൻ്റെ മോട്ടിവേഷൻ തിയറിയും അതോടൊപ്പം തന്നെ മാസ്ലോയുടെ ഹൈറാർക്കി തിയറിയും. ഈ 2 തിയറീസാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് നോർമലി പഠിക്കാനുള്ളത്. ഓക്കെ, മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ MC ഇന്തോഷാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് എഴുതാം. അതല്ല മാസ്ലോയുടെ ഹൈറാർക്കി തിയറിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് എഴുതുക. ഏതാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് എഴുതുക. മേ ബി നിങ്ങളോട് മോട്ടിവേഷൻ തിയറിയെക്കുറിച്ച്, എന്താണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ ഇതേ സ്ലൈഡിലെ ഒരു ഫോളോ അപ്പ് നിങ്ങൾ കൊടുക്കുക. ആദ്യം മോട്ടിവേഷൻ എന്താണെന്ന് എഴുതുക, അതോടൊപ്പം തന്നെ ട്രാവൽ മോട്ടിവേഷൻ എന്താണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം മോട്ടിവേഷൻ 2ആയിട്ട് തരംതിരിക്കുന്നത് ഇൻട്രൻസിക്കും എക്സ്ട്രൻസിക്കും പറയുക. അതിനുശേഷം നിങ്ങൾ MC ഇന്തോഷിൻ്റെയോ അതും അല്ലെങ്കിൽ ഈ പറയുന്ന മാസ്ലോയുടെ ഹൈറാർക്കി തിയറിയോ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് പോരാ. സോ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് MC ഇന്തോഷിൻ്റെ മോട്ടിവേഷൻ തിയറിയാണ്. MC ഇന്തോഷ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ ആ പേര് മറക്കരുത്. MC ഇന്തോഷിൻ്റെ തിയറി തന്നെ എഴുതണം. അക്കോർഡിംഗ് ടു MT ഇന്തോഷ് തന്നെ എഴുതി വെക്കണം കേട്ടോ. സോ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ തിയറീസിനെ അദ്ദേഹം ടൂറിസം റിലേറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് 4ആയിട്ടാണ് പറയുന്നത്. ഒന്ന് ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ്, രണ്ടാമത്തത് ഇൻ്റർപേഴ്സണൽ മോട്ടിവേറ്റേഴ്സ്, മൂന്നാമത്തത് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ്, നാലാമത്തത് കൾച്ചറൽ മോട്ടിവേറ്റേഴ്സ്. ഈ 4 രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ തിയറി എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ നമുക്ക് ആദ്യം ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം. These are related to physical relaxation and refreshment to the mind and body. ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ മനസ്സും ശരീരവും ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് നമ്മൾ അയാളെ എന്ത് വിളിക്കാറുള്ളത്, ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അയാളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്, അയാളുടെ മെൻ്റലി ഉള്ള ഫിസിക്കലി ഉള്ള ഒരു റീഫ്രഷ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടേമുകൾ ഒന്ന് ഹെൽത്ത് ടൂറിസമാണ്. ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ടേമാണ്. ഹെൽത്ത് ടൂറിസത്തിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് മെഡിക്കൽ ടൂറിസം, മറ്റൊന്ന് വെൽനസ് ടൂറിസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്പോർട്സ് ടൂറിസം നമുക്കുണ്ട്, ഗോൾഫ് ടൂറിസം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എക്കോ ടൂറിസത്തിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് എന്താണ്, നമ്മളവിടെ അൾട്ടിമേറ്റ്ലി എയിം ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ളൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നത് എന്താണ്, ഫിസിക്കൽ റിലാക്സേഷൻ ആൻഡ് റീഫ്രഷ്മെൻറ്റ് ടു ദ മൈൻഡ് ആൻഡ് ബോഡി. ഈ ഒരു എയിം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് interpersonal motivators. This includes desire to meet new people, visit friends, share some moments with the family and relatives, and to enjoy the different experience. ഇവിടെ മറ്റു പറഞ്ഞതിന് ഒരു റിലേറ്റീവായിട്ട് കിടക്കുന്നൊരു പോയിൻ്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മൈൻഡ് ആൻഡ് ബോഡിയുടെ ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ് പോകുന്നതെങ്കിൽ ഇവിടെ ഇൻ്റർപേഴ്സണൽ മോട്ടിവേറ്റേഴ്സിന് ആ ഒരു ഘടകമുണ്ട്. അതായത് മാനസികവും ശാരീരികവുമായിട്ടൊരു ഉല്ലാസം അവരെന്ത് ചെയ്യുന്നുണ്ട്, ലക്ഷ്യം വെക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവരെന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അതായത് പുതിയ ആൾക്കാരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ എന്താണ്, ഫാമിലീസിനെ, ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ എന്താണ്, ഒന്നിലധികം ആൾക്കാരെ കാണുക എന്നുള്ളൊരു എയിം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വെക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി മെൻ്റലി ഉള്ള റിലാക്സേഷനും അവിടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നോർമലി ഈ ഇൻ്റർപേഴ്സണൽ മോട്ടിവേറ്റേഴ്സ് എല്ലാവരും ട്രാവൽ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ബിസി ലൈഫിൽ നിന്നുള്ള എന്താ പറയുക ഒരു ഒളിച്ചോട്ടം ആണ് എന്ത് ചെയ്യാറുള്ളത്, ഒരു ഇൻ്റർപേഴ്സണൽ മോട്ടിവേറ്റേഴ്സായിട്ട് നമ്മൾ പറയാറുള്ളത്. അവർ ഡേ ടു ഡേ വർക്കിൽ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത്, സ്ട്രെയിൻ വരുന്ന സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ
ഇത്തരത്തിലുള്ള യാത്രകൾക്ക് എന്ത് ചെയ്യുന്നത് മുതിരുന്നത്. സോ സ്പിരിച്വൽ ടൂറിസം അല്ലെങ്കിൽ റിലീജിയസ് ടൂറിസം അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൂറിസം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. നമ്മൾ റിലീജിയസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന്, ഇപ്പോൾ ഫെസ്റ്റിവലൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മേ ബി ഓണത്തിന് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈദിന് വരുന്നത്, അല്ലെങ്കിൽ ക്രിസ്മസിന് വരുന്നത്, ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ നാടുകളിൽ തന്നെയുള്ള ലോക്കലായിട്ട് നടക്കുന്ന ഉത്സവങ്ങൾക്ക് വരുന്നത്, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട്, പുതിയ ആൾക്കാരെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട്, അവരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം മുൻനിർത്തിയും കൊണ്ട് ഒരു വ്യക്തി ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, അല്ലെങ്കിൽ അയാളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻ്റർ പേഴ്സണൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ്. These motivators are related with the desire to get recognition and attention from others in order to boost their personal ego. ഇവിടെ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് ട്രാവൽ പോകുന്നത്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ നിങ്ങൾ മനസ്സിൽ കാണും. എല്ലാവരും ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹൈലി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്ന് വിചാരിക്കാം. മേ ബി അവരുടെ ഒരു മാർച്ച് വെക്കേഷന് വേണ്ടിയിട്ട് ക്ലാസ് അടച്ചിരിക്കുകയാണ്. ഓരോരുത്തരും എന്ത് ചെയ്യാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൊക്കേഷനുകളിലേക്ക് ട്രാവൽ പോവുകയാണ്. ഒരാൾ പോകുന്നത് അമേരിക്കയിലേക്കാണ്, ഒരാൾ പോകുന്നത് ഈ പറയുന്ന ന്യൂസിലാൻഡിലേക്കാണ്, ഒരാൾ പോകുന്നത് എന്താണ് ഈ പറയുന്ന രീതിയിൽ യൂറോപ്പിലേക്കാണ്, ഒരാൾ പോകുന്നത് പോർച്ചുഗലിലേക്കാണ്, ഒരാൾ പോകുന്നത് യൂറോപ്പിലെ മാഡ്രിഡിലേക്കാണ്. സോ വാട്ട് എവർ, എല്ലാവരും ഹൈലി എക്സ്പെൻസീവ് ആയിട്ട് ട്രാവൽ ചെയ്യാണ്. സോ അൾട്ടിമേറ്റ്ലി അവരുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടണം. അതോടൊപ്പം തന്നെ ഞാനും ഇത്ര എന്താ പറയുക ഫിനാൻഷ്യലി പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്, ഞാൻ മാഡ്രിഡിലേക്കാണ് പോയത്, അപ്പോൾ മറ്റാൾ പോകുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം. അതും അല്ലെങ്കിൽ ഞാൻ ന്യൂസിലാൻഡിലേക്കാണ് പോകുന്നത്, ഞാൻ മാഡ്രിഡിനെക്കാട്ടും നല്ല സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഈ രീതിയിൽ അയാളുടെ പേഴ്സണൽ ഈഗോയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊരു അറ്റൻഷൻ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ അവിടെ യാത്ര ചെയ്യുന്നത്. ഈ സ്കൂളിൻ്റെ കേസ് മാറ്റി നിർത്തി നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, ആ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാൾ ഫിനാൻഷ്യലി ഫിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ യാത്ര ചെയ്യുന്നത്. അല്ലാതെ യാത്ര ചെയ്യാമെന്നോ ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതിനപ്പുറത്ത് സൊസൈറ്റിയുടെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പേഴ്സണൽ ഈഗോയുടെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, അയാൾ യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മോട്ടിവേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ അൾട്ടിമേറ്റ്ലി എയിം ചെയ്യുന്നത് എന്താണ്, അയാളുടെ സ്റ്റാറ്റസിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, സൊസൈറ്റിയിൽ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള എന്താണ് ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക, എല്ലാവരുടെയും അറ്റൻഷനും അംഗീകാരവും നേടിയെടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അയാളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇത്തരത്തിലുള്ള ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ, cultural motivators. It include the participation in different cultural activities like lifestyle, music, art, folklore, dance and festivals etc. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു സ്ഥലത്തെ കൾച്ചറിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ആക്ടിവിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈഫ് സ്റ്റൈലിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, മ്യൂസിക്കിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആർട്ട് വർക്കിനെ, അതോടൊപ്പം തന്നെ ഫോക്ക് ലോസിനെ, അതോടൊപ്പം തന്നെ ഡാൻസിനെ, ഫെസ്റ്റിവൽസിനെ, ഇതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, കൾച്ചറൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേൾഡിൽ ഏറ്റവും ഫേമസ് ആയിട്ട് കിടക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ രീതിയിൽ ട്രാവൽ ചെയ്യാറുണ്ട്. ഈവൻ റഹ്മാൻ പോലും, ഇന്ത്യയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് റഹ്മാൻ എന്ന് പറയുന്നത്. AR റഹ്മാൻ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള മ്യൂസിക്കുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കിലും എന്ത് ചെയ്യാറുണ്ട്, അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെന്നെത്താത്ത വഴികളില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ റഹ്മാനെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രാവൽ ചെയ്യുന്നവരൊക്കെ എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ മനസ്സിലാക്കുക, അവരുടെ ട്രഡീഷൻ മനസ്സിലാക്കുക, അവരുടെ ക്യൂസിൻസ് മനസ്സിലാക്കുക, ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കുക, മ്യൂസിക്കുകളും ആർട്ട് ഫോംസുകളും മനസ്സിലാക്കുക. ഇപ്പോൾ ഇതേപോലെ തന്നെ അവർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകളും ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വരുന്ന സംഗീതം എന്തായിരിക്കും, നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും അല്ലേ. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ അൾട്ടിമേറ്റ്ലി എയിം ചെയ്യുന്ന എന്താണ്, അവരുടെ കൾച്ചറും ട്രഡീഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മോട്ടിവേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൾച്ചറൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള 4 ക്ലാസിഫിക്കേഷനാണ് MC ഇന്തോഷ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ തിയറിക്ക് കൊടുത്തിട്ടുള്ളത്. സോ തുടക്കം മുതൽ ഞാൻ ഒന്നും കൂടെ ബ്രീഫ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞത്
മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ ബേസിക് എൻകറേജ്മെൻറ്റ് ടു റീച്ച് എ to reach for attaining a particular aim or goal. മോട്ടിവേഷൻ എൻകറേജ് പീപ്പിൾ സംതിങ് ടു ഡു. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഘടകത്തെയാണ് നമ്മളെന്ത് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിലെ മോട്ടിവേഷനെ കുറിച്ച് പറഞ്ഞു. സം ഫാക്ടേഴ്സ് ഓർ റീസൺസ് ദാറ്റ് ക്രിയേറ്റ് എ പേഴ്സൺ ഓർ ടൂറിസ്റ്റ് ടു ട്രാവൽ. എന്തെങ്കിലും ഒരു കാരണമോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ട്രാവൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആയിരുന്നു. 2 രീതിയിലാണ് മോട്ടിവേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻട്രൻസിക് മോട്ടിവേഷൻ, ഒരാളുടെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന പ്രേരണയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ, അതായത് അയാളുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അയാൾ എന്ത് ചെയ്യാണ്, പ്രേരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അയാളുടെ അകത്തൊന്നും ഉണ്ടാവുന്നില്ല, മറിച്ച് എന്താണ്, അയാളുടെ പുറത്ത് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് MC ഇന്തോഷിൻ്റെ മോട്ടിവേഷൻ തിയറിയാണ്. MC ഇന്തോഷിനെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ്, ഇൻ്റർപേഴ്സണൽ മോട്ടിവേറ്റേഴ്സ്, സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ്, കൾച്ചറൽ മോട്ടിവേറ്റേഴ്സ് എന്നുള്ള 4 ക്ലാസിഫിക്കേഷനാണ് അദ്ദേഹം ഇതിന് കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഫിസിക്കൽ ട്രാവൽ മോട്ടിവേറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിസിക്കൽ റിലാക്സേഷനും റീഫ്രഷ്മെൻറ്റിനും അല്ലെങ്കിൽ മൈൻഡ് ആൻഡ് ബോഡിക്ക് ഉള്ള ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ മോട്ടിവേറ്റേഴ്സ് ആയിട്ട് മാറുന്നത്. ഇവിടെ അൾട്ടിമേറ്റ്ലി എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ആൻഡ് ബോഡിയുടെ റീഫ്രഷ്മെൻറ്റും റിലാക്സേഷനുമാണ് ഇവിടെ എയിം ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇൻ്റർ പേഴ്സണൽ മോട്ടിവേറ്റേഴ്സ് ആണ്. നമ്മളുടെ പുതുതായിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ടു ഡിസയർ ടു മീറ്റ് ന്യൂ പീപ്പിൾ, വിസിറ്റ് ഫ്രണ്ട്സ്, ഷെയർ സം മൊമെൻറ്റ്സ് വിത്ത് ഫാമിലി ആൻഡ് റിലേറ്റീവ് ആൻഡ് ടു എൻജോയ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർ പേഴ്സണൽ മോട്ടിവേറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നത്. അവരുടെ ഡേ ടു ഡേ ബിസി ലൈഫിൽ നിന്നുള്ള ട്രാവലാണ് എന്ത്, ഇൻ്റർ പേഴ്സണൽ മോട്ടിവേറ്റർ ആയിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അവർ ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് റിലീജിയസ് ടൂറിസത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട്, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ ഫാമിലിക്കൊത്ത് കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി, ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ പ്രധാനമായിട്ടും ട്രാവൽ ചെയ്യുന്നത്. ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർ പേഴ്സണൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് മോട്ടിവേറ്റേഴ്സ്. സൊസൈറ്റിയിൽ നിന്ന് ഒരു അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി, സൊസൈറ്റിയുടെ മുന്നിൽ ഞാൻ വളരെ ഫിനാൻഷ്യലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഈ വർഷം ഇങ്ങോട്ടാണ് പോയത്, ഞാൻ അടുത്ത വർഷം വേറൊരു രാജ്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള നിലയിൽ സൊസൈറ്റിയുടെ ഒരു റെക്കഗ്നിഷനും അറ്റൻഷനും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെയാണ് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് ട്രാവൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൾച്ചറൽ മോട്ടിവേറ്റേഴ്സ്. മറ്റൊരു സ്ഥലത്തെ കൾച്ചർ, ക്യൂസിന്, ട്രഡീഷന്, മ്യൂസിക്, ആർട്സ്, ഫെസ്റ്റിവൽസ് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൾച്ചറൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇതിനോട് ചേർന്ന് ഒരു മോട്ടിവേഷൻ തിയറിയും കൂടെ നമുക്ക് പറയാനുണ്ട്. അതല്ലാണ്ട് നമ്മൾ മോട്ടിവേഷൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4-5 ക്ലാസ് എടുക്കാനുള്ള മോട്ടിവേഷൻ തിയറീസ് തന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് നമുക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഓരോ വ്യക്തികളുടെ, ഇപ്പോൾ MC ഇന്തോഷിൻ്റെ പോലെ, മാസ്ലോയുടെ ഹൈറാർക്കി തിയറി പോലെ ഒരുപാട് തിയറീസ് വേറെയുണ്ട്. സോ നോർമലി നമ്മുടെ സിലബസ് പറയുന്നത് ട്രാവൽ മോട്ടിവേഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മോട്ടിവേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, ട്രാവൽ മോട്ടിവേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, മോട്ടിവേഷൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, MC ഇന്തോഷിൻ്റെ മോട്ടിവേഷൻ തിയറി പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് മാസ്ലോയുടെ ഹൈറാർക്കി തിയറിയും കൂടെ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ഇന്നത്തെ സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും പോയിന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി താങ്ക് യു സോ മച്ച്.